ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് എല്ലാ മേഖലയിലും പ്രൊജക്റ്റുകളുണ്ടാകും. വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു നല്ല പ്രൊജക്റ്റ് ഉണ്ടാക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഒരു വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു വിവരണമാണ് നമ്മളിന്ന് നോക്കുന്നത്. സാധാരണയായിട്ടൊരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ടാകും. ഒരു സത്യത്തെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാധാരണ റിസർച്ചിൽ നിന്ന് പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് റിസർച്ച് സാധാരണ ഒരു അറിവിനെ വികസിപ്പിക്കുകയോ പുതിയൊരു അറിവിനെ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു പ്രോസസ്സായിട്ട് മാറാറുണ്ട്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന, ചിലപ്പോൾ അത്ര തന്നെ പരിധികളില്ലാതെ നീണ്ടുപോകുന്ന ഒരു പ്രവർത്തനമായിട്ട് റിസർച്ചുകൾ മാറും. എന്നാൽ പ്രൊജക്റ്റുകൾ കുറച്ചും കൂടെ കൃത്യമായി വളരെ കൃത്യമായ ഒരു കാലയളവിനകത്തേക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങളായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു പ്രൊജക്റ്റ് ചെയ്ത് പൂർത്തിയാക്കുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യം അതിൻ്റെ ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട് നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. ഒന്നുകിൽ നമ്മൾ രൂപപ്പെടുത്തുന്നതായിരിക്കും ആ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റാരൊക്കെയോ നമ്മളിലേക്ക് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തി ഒരു റിപ്പോർട്ട് നൽകണം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതായിരിക്കാം. അപ്പം രണ്ട് രൂപത്തിലും പ്രൊജക്റ്റ് നടക്കാം. ഒന്നുകിൽ നമ്മൾ തന്നെ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുന്നതാവാം. രണ്ടാമത് ഏതെങ്കിലും കമ്പനികളോ അല്ലെങ്കിൽ സംഘടനകളോ മറ്റ് സംവിധാനങ്ങളോ ഒക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ നടത്തുന്ന പ്രൊജക്റ്റുകളായിരിക്കാം. ഇങ്ങനെ 2-3 തരത്തിൽ നമുക്ക് വിഷയങ്ങൾ ലഭിക്കാം. അപ്പോൾ നേരത്തെ നമ്മളിലേക്ക് തരുന്ന വിഷയമാണെങ്കിൽ ആ വിഷയത്തെ ഏറ്റവും കൃത്യമായിട്ട് രൂപപ്പെടുത്തേണ്ടത് നമ്മളാണ്. എങ്ങനെയാണ് വളരെ കൃത്യമായൊരു ഒബ്ജക്റ്റീവ് ആക്കിയിട്ട് ആ വിഷയത്തെ മാറ്റുന്നത്, അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അനുബന്ധമായിട്ടുള്ള കുറേ ഒബ്ജക്റ്റീവുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് ലക്ഷ്യങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ ഉപലക്ഷ്യങ്ങളുണ്ടാകാം. നമുക്ക് തരുന്നത് ചിലപ്പം ഒരു ടോപ്പിക്കായിരിക്കും, ഇന്ന വിഷയത്തിലുള്ള ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുക. ആ വിഷയത്തിൽ നിന്ന് നമ്മൾ ആ വിഷയത്തിലേക്ക് എത്താൻ വേണ്ട കൃത്യമായൊരു ലക്ഷ്യം നിർണ്ണയിക്കുകയും ആ ലക്ഷ്യത്തിന് അതിലേക്ക് എത്താൻ വേണ്ട കുറേ ഉപലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. അങ്ങനെ ആകുന്ന സമയത്ത് ആ തന്നിട്ടുള്ള 5 ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ അല്ലെങ്കിൽ 3 ഒബ്ജക്റ്റീവ്സാണ് നമുക്കുള്ളതെങ്കിൽ അത് പൂർത്തിയാകുന്നതോടുകൂടെ ഏറ്റവും കൃത്യമായ നമ്മൾ വിചാരിക്കുന്നൊരു ലക്ഷ്യത്തിലേക്കുള്ളൊരു പ്രൊജക്റ്റായിട്ട് അത് മാറും. അപ്പം നമുക്ക് കിട്ടുന്ന വിഷയം ഏറ്റവും കൃത്യമായിരിക്കുക, അതായത് എന്തിനാണ് ഈ പ്രൊജക്റ്റ് കൊണ്ടുള്ള ഒരു ഔട്ട്കം എന്താണ് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം പറയുക. എന്തായിരിക്കണം ഈ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം, എന്തായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അത് ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത്, നമുക്ക് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരിക്കണം, നല്ല പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോവേണ്ടത്. അപ്പം ചിലപ്പം ഒരു സീസണലി ചെയ്യേണ്ട പ്രൊജക്റ്റുകൾ ഉണ്ടാവാം. അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ അതിൻ്റെ കാലയളവുകൾ എത്ര സമയം കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വളരെ കൃത്യമായൊരു ധാരണ, ഒരു പ്ലാനിങ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോ ഘട്ടവും പൂർത്തിയാക്കേണ്ടത്. ഇതിൻ്റെ ലിറ്ററേച്ചർ റിവ്യൂ എപ്പോൾ പൂർത്തിയാക്കണം, നമുക്ക് ഇതിൻ്റെ വായനകളെപ്പം പൂർത്തിയാക്കണം, എഴുത്തുകളെപ്പം പൂർത്തിയാക്കണം, ഡാറ്റ കളക്ഷൻ ഏത് സമയത്ത് തീർക്കണം, ഇങ്ങനെ അതിൻ്റെ അനാലിസിസ് എപ്പം തീർക്കും, എപ്പോഴാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ കൃത്യമായ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രൊജക്റ്റിന്. നമുക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് ഏത് സമയത്താണിത് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളിത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്കതിന് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സമയം മുമ്പ് നമ്മൾ അതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തണം, എത്ര സമയം മുമ്പ് ഡാറ്റകൾ കളക്ട് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാവാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ കൃത്യമായ ടൈം ഷെഡ്യൂളുകൾ ഇട്ടുകൊണ്ട് അതിനെ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായിട്ട് ഇതിനെ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം അതുപോലെ തന്നെ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടത്.
എന്നുള്ളത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് നിശ്ചയിക്കണം. ഓരോ ഘട്ടത്തിലും ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ഓരോ ഭാഗങ്ങളിലും ആരൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും, ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ പോകേണ്ടി വരും, എങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ട് ഏറ്റവും കൃത്യമായൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് പ്രൊജക്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് സമയപരിധി നിർണ്ണയിക്കുക എന്നുള്ളതാണ്. സമയപരിധി എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ദീർഘകാലത്തേക്കുള്ള പ്രൊജക്റ്റാണ് തന്നതെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മുടെ ഒബ്ജക്റ്റീവുകൾ നമ്മൾ വികസിപ്പിക്കേണ്ടത്. നമുക്കൊരു ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം, 2 മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട പ്രൊജക്റ്റ് ആണെങ്കിൽ 2 മാസത്തേക്കുള്ള പഠന രീതിയാണ്, അതിൻ്റെ മെത്തഡോളജി ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി എല്ലാ ഫ്രെയിമുകളും നമ്മൾ രൂപപ്പെടുത്തേണ്ടത് ആ 2 മാസത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 2 മാസം കഴിയുമ്പോൾ നമുക്കത് സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്തേക്ക് വേണ്ടി വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അതിനെ ഫ്രെയിം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 2 മാസമാണെങ്കിൽ 2 മാസം, ഇനി 6 മാസം കിട്ടുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ 6 മാസത്തെ ദീർഘമായിട്ടുള്ള കാലയളവിലേക്കാണ് നമ്മളതിനെ ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനെ നമ്മൾ ഉണ്ടാക്കുക, സമയപരിധി നിർണ്ണയിക്കുക. ഈ സമയപരിധി നിർണ്ണയിച്ചാൽ മാത്രമാണ് ഓരോ സമയത്തും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പൂർത്തീകരിക്കാൻ പറ്റുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടാകുക. ദെൻ മറ്റൊന്ന്, ഇതിന് വേണ്ട ബജറ്റുകൾ എത്ര പണമായിട്ടും മറ്റുമൊക്കെ എത്ര റിസോഴ്സുകൾ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ നിശ്ചയിക്കാൻ പറ്റണം. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചിലവുകളുണ്ടാവും, അതിനും കൂടെ നമ്മൾ കരുതി കൂട്ടിയുള്ള ഒരു കരുതൽ എത്രത്തോളം നമുക്ക് ഡാറ്റ കളക്ഷൻ സമയത്തും അതുപോലെ തന്നെ മറ്റു സമയങ്ങളിലൊക്കെ എത്രത്തോളം ചിലവുകൾ ഇതിന് ആവശ്യമുണ്ട്. ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവുകയും അതിൻ്റെ ഫണ്ടുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പ്രൊജക്റ്റുകൾ മുന്നോട്ട് പോകുക. പല പ്രൊജക്റ്റുകളും പാതി വഴിയിൽ നിന്ന് പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന പല ചിലവുകളും താങ്ങാനാവാതെ ആ പ്രൊജക്റ്റുകൾ പകുതി വഴി ഉപേക്ഷിച്ച് പോകുന്ന ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ കിട്ടിയ ഡാറ്റകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒത്തൻറ്റിക് അല്ലാത്ത ഡാറ്റകളിലേക്ക് പോയി കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് പോയിട്ട് അതൊരു പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താത്ത പല പ്രൊജക്റ്റുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഏറ്റവും ചിലവ് ചുരുങ്ങിയ മാർഗ്ഗങ്ങൾ നമുക്ക് ആലോചിക്കാം. അതേ സമയത്ത് അതെത്ര കൃത്യമാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അതിൻ്റെ ചിലവുകളും മറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. മറ്റൊന്ന്, ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചും ഒരു റിസർച്ചിൽ, അന്വേഷണങ്ങളിൽ, ഇത്തരം പഠനങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ഒരു ടോപ്പിക്ക് നമ്മളല്ലാത്തൊരാളോട് സംസാരിക്കുമ്പം അയാൾ കൂടെ ഇതിനകത്തേക്ക് പങ്കാളിയാവണം. ഒറ്റയ്ക്കൊരു റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. കുറേ ആളുകൾ ഇതിനകത്തുണ്ടാകും. നമ്മളൊരാളോട് സംസാരിക്കുന്നു, നമ്മുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടെ തന്നെ അത്രയും ആളുകൾ നമ്മളിലേക്ക് ചേർന്ന് വരും. അപ്പം ഇതിനകത്ത് ടീം വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഓരോരുത്തരും എന്താണ് നിർവഹിക്കേണ്ടത്, നമ്മൾ 5 പേരാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ 5 പേരും നിർവഹിക്കേണ്ട ഡ്യൂട്ടികൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർക്ക് വീതിച്ച് നൽകുകയും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പർ ആവുകയും ചെയ്യണം. ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരാൾ, അതുപോലെ തന്നെ അതിനെ അനലൈസ് ചെയ്യുന്നത് വേറൊരാൾ, അതിൻ്റെ മറ്റു ഭാഗങ്ങൾ എഴുതുന്നത് വേറൊരാൾ, ഇങ്ങനെ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിൻ്റെ റിസൾട്ടിനെ വളരെ കൃത്യമായിട്ട് അത് ബാധിക്കും, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൻ്റെ റിസൾട്ടിനെ അത് നോക്കുന്ന ഒരാൾക്ക് വളരെ വേഗത്തിൽ അത് മനസ്സിലാകും. കാരണം അത് തമ്മിലുള്ള ഈ യോജിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തും റിസൾട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് മറ്റൊക്കെ അതിനകത്തേക്കൊക്കെ കടന്നു വരുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കതിൻ്റെ പ്രശ്നങ്ങളെ ബോധ്യപ്പെടും. ദെൻ ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, എന്തൊക്കെ റിസോഴ്സുകൾ നമുക്ക് ആവശ്യമുണ്ട്, ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കണം. എന്തൊക്കെ റിസോഴ്സുകൾ വെച്ചുകൊണ്ടാണ് നമുക്കൊരു പ്രൊജക്റ്റ് തയ്യാറാക്കേണ്ടത്. നമ്മൾ വളരെ വലിയൊരു വിഷയം എടുക്കുന്നു, ആ വിഷയത്തിൻ്റെ ടൂളുകൾ മറ്റ് സംവിധാനങ്ങളും നമ്മളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോവുകയോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ അതിനെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ എന്തൊക്കെ തടസ്സങ്ങളാണ് ഇതിനുണ്ടാവാൻ സാധ്യതയുള്ളത്? ഒരു റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക, ഏറ്റവും താല്പര്യത്തോടു കൂടി തന്നെയായിരിക്കും നമ്മൾ ആ പ്രൊജക്റ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില തടസ്സങ്ങളുണ്ടാകും, ചില വെല്ലുവിളികളുണ്ടാകും. ചിലപ്പോൾ ഡാറ്റ നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ ഡാറ്റ കിട്ടുന്നത് വൈകാം. ഇങ്ങനെ പല രൂപത്തിൽ നമ്മുടെ പ്രൊജക്റ്റുകളെ വ്യത്യസ്ത രൂപത്തിൽ ബാധിക്കുന്ന പല ഘടകങ്ങളുണ്ടാകും. ചിലപ്പം അതൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തടസ്സമായിട്ട് നമുക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകാം. അപ്പോൾ ഇതിനെ വളരെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നേരത്തെ തന്നെ ഇത്തരം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാതരം തടസ്സങ്ങളെയും വെല്ലുവിളികളെയൊക്കെ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുക, അതായത് മുൻകൂട്ടി നമ്മളിതിനെ എങ്ങനെ മറികടക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ പ്ലാനിങ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ
നിരന്തരമായിട്ട് നമ്മളതിൻ്റെ A to Z കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഏറ്റവും ഒരു ക്വാളിറ്റിയുള്ള പ്രൊജക്റ്റായിട്ട് അതിനെ മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചിലപ്പം നമ്മളൊരു ഒരു ഫുട്ബോൾ കളിയുടെ ഒക്കെ പോലെ പലപ്പോഴും റിസർച്ചിന് പറയാറുണ്ട്, നമ്മൾ തുടങ്ങുമ്പോൾ മാത്രമാണ് പന്ത് നമ്മുടെ കാലിൽ ഉണ്ടാകുന്നത്, പിന്നീട് പന്തിനൊപ്പം നമ്മളിങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എവിടേക്കാണോ പന്ത് പോകുന്നത് അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടേണ്ടി വരും. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് പ്രൊജക്റ്റ് നമ്മളിൽ ഉണ്ടാവുക. പിന്നെ പ്രൊജക്റ്റ് ആ വിഷയം പോകുന്നിടത്തേക്ക്, ആ പ്രൊജക്റ്റിൻ്റെ രൂപം പോകുന്നിടത്തേക്കൊക്കെ നമ്മളിങ്ങനെ പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച റൂട്ടിലായിരിക്കില്ല പ്രൊജക്റ്റ് പോകുന്നത്. അപ്പം അത്തരത്തിലുള്ള പല രൂപത്തിലും ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോകാം. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, നിരന്തരമായ ഒബ്സർവേഷനുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് ഡോക്യുമെൻറ്റേഷനാണ്. ഞാൻ ഇത് ഓരോന്നും കുറച്ചും കൂടെ വിശദമായിട്ട് ഇതിന് ശേഷം അതിൻ്റെ ഒരു സ്ട്രക്ചർ പറയുന്ന സമയത്ത് പറയാം. മറ്റൊന്ന് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓരോ ഘട്ടവും വളരെ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. പ്രൊജക്റ്റിൻ്റെ ഓരോ ഘട്ടവും A to Z എന്ന് പറയുന്നത് പോലെ ഓരോന്നും നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വായിക്കുന്നുണ്ടാകും, പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് വായനകൾ നടത്തുന്നുണ്ടാകും. കുറച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആമുഖം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മൾ വായിച്ചത് എവിടെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാതിരിക്കുക, അതിൻ്റെ റെഫറൻസ് അറിയാതിരിക്കുക, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു സംവിധാനത്തിൽ തന്നെ അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ നമ്മളൊരു വാട്സപ്പിനകത്ത് കുറേ ടെക്സ്റ്റുകൾ ഉണ്ടാക്കി വെച്ചു, എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ ആവാം, അത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്സപ്പിനകത്തോ മറ്റോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. മറ്റെന്തെങ്കിലും ഫോൺ ഫോർമാറ്റ് ആവുകയോ മറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്കിത് അത്യാവശ്യമാണ്. ഓരോ ഘട്ടത്തിലും നമ്മൾ എവിടെ പോയി, എങ്ങനെ ചെയ്തു, ഓരോന്നും എങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒബ്ജക്റ്റീവിനെ, ഈ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഡോക്യുമെൻറ്റേഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ആശയവിനിമയം, എല്ലാ ആളുകളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതിൻ്റെ ഒരു പുരോഗതി നിരന്തരം നമ്മളിങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രൊജക്റ്റ് തയ്യാറാക്കുന്ന ആളുകൾക്കിടയിലും പ്രൊജക്റ്റ് ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത് അവരോടും ഇതിൻ്റെ ഒരു പുരോഗതിയെ ഓരോ ഘട്ടത്തിലും ഇത് എവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ പ്രൊജക്റ്റ് എവിടെ എത്തി, നിങ്ങളുടെ റിസർച്ച് എവിടെ എത്തിയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതാണ് സ്റ്റേജ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഈ ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്, ഇനി ഇത്ര കാലം കൊണ്ട് ഇത്രയും സ്റ്റേജിൽ എത്താൻ പറ്റും, ഇത്ര കാലം കൊണ്ട് നമുക്ക് റിസൾട്ടിലെത്താൻ പറ്റും എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി, വളരെ ദീർഘമായിട്ടുള്ള കാലം എടുത്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി അതിനെ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടിനകത്തേക്ക്, ഒരു കൺക്ലൂഷനകത്തേക്ക് കൊണ്ടുവന്നു. നമ്മളല്ലാത്ത കുറേ ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതോടുകൂടെ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റുകളൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാം. നമ്മൾ വിചാരിക്കാത്തതിലും അപ്പുറത്തേക്കുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരാം, ചില പ്രശ്നങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കപ്പെടാം. അത് ശരിക്കും ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശമാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിനെ ഒബ്ജക്റ്റീവ് ആക്കാൻ കഴിയുക, വസ്തുനിഷ്ഠാപരമാക്കാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പബ്ലിക്കിലേക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളുടെ അകത്ത് നമുക്കിത് ചർച്ചയാക്കുക. ഇത് അവർക്ക് ഡിബേറ്റിന് വേണ്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരിതിനെ ഇഴകേറി പരിശോധിച്ചുകൊണ്ട് എന്താണ് ഇതിനകത്തെ പ്രശ്നങ്ങളെന്ന് നമ്മളോട് പറഞ്ഞു തരികയും അത് ചിലപ്പം ഒരുപക്ഷെ നമുക്ക് വലിയ മാറ്റങ്ങളാണെങ്കിൽ പോലും ആ മാറ്റത്തിലൂടെ പിന്നീട് ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക് ആയിരിക്കും, അല്ലെങ്കിൽ ഒതൻറ്റിക് ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഈ റിഫ്ലെക്സിവിറ്റി എന്നൊരാശയം എപ്പോഴും റിസർച്ചിനകത്ത് പറയാറുണ്ട്. ആത്മവിമർശനം നടത്തുക. നമ്മളിങ്ങനെ നമ്മൾ കണ്ടെത്തിയതിനെക്കുറിച്ച് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് ഞാനിങ്ങനെ ഇത്തരം ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂക്കകത്ത് ചോദിച്ചു. അപ്പോൾ ചിലപ്പം നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ എന്തെങ്കിലും ഒരു ബയാസ് അതിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ടാകാം.
അപ്പോൾ അതുകൊണ്ടായിരിക്കണം നമ്മുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഘടകം നമ്മളിതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മളോട് തന്നെ സ്വയം ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിനാണ് റിഫ്ലെക്സീവ് ആവുക എന്ന് പറയുന്നത്. റിസർച്ചേഴ്സ് എപ്പോഴും റിഫ്ലെക്സീവ് ആയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരാളിലേക്ക്, നമ്മളിതിൻ്റെ എക്സ്പേർട്ടുകളിലേക്ക്, നമ്മുടെ സെയിം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതിങ്ങനെ അവരിലേക്കൊരു ഡിബേറ്റിൻ്റെ ടോപ്പിക്കായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരിതിനെ കുറച്ചും കൂടെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. അതിൽ നിന്നുകൂടെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചില മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാം. അങ്ങനെയുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. ദെൻ അതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുക. ഇതാണ് അതിൻ്റെ അവസാനത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവസാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് വരാം. സാധാരണ നമുക്കൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു വിഷയം കിട്ടിയിട്ടുണ്ടാകും, ഒരു പ്രൊജക്റ്റിന് നമുക്കൊരു വിഷയം കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ വിഷയത്തെ നന്നായിട്ട് വായിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രൊജക്റ്റ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം. ഏത് സമൂഹത്തെയാണ്, അല്ലെങ്കിൽ ഏത് പോപ്പുലേഷനെയാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്, എന്താണ് അതിൽ നിന്ന് നമുക്ക് തന്ന ആളുകൾക്കൊരു ലക്ഷ്യമുണ്ടാവും. ആ ടോപ്പിക്ക് തന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കണം. ഇനി നമ്മളാണ് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പം നമ്മളാണ് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പരമാവധി ഒബ്ജക്റ്റീവ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു റിസർച്ചിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുകൾ സ്വാഭാവികമായിട്ടും ഒരു റിസർച്ചിനെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ പോലും പരമാവധി നമ്മൾ ഒബ്ജക്റ്റീവ് ആകാൻ ശ്രമിക്കുക, വസ്തുനിഷ്ഠപരമാവാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളിങ്ങനെ അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ റിഫ്ലെക്സീവ് ആവുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തന്നെ ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. നിരന്തരമായിട്ട് നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഡിബേറ്റിന് വേണ്ടിയിട്ട് പബ്ലിക്കിലേക്ക്, എക്സ്പേർട്ടുകളിലേക്കൊക്കെ വിട്ടുകൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചും കൂടെയൊക്കെ നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ പേഴ്സണൽ ബയാസുകളെ, നമ്മുടെ പേഴ്സണൽ വാല്യൂസിനെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി പുറത്തുനിന്ന് കിട്ടുന്നൊരു ടോപ്പിക്കാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട നല്ല വായനകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. വായനകൾ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നമ്മൾ പത്രങ്ങളിലോ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിവരങ്ങൾ കിട്ടും. ആ വിവരങ്ങളൊക്കെ ഒതൻറ്റിക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പത്രങ്ങളിൽ കാണുന്ന വാർത്തകൾ അത് ചിലപ്പോൾ നാളെ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ തിരിച്ചൊരു വാർത്ത വരാം, അല്ലെങ്കിൽ അവരുടെ ആ പത്രത്തിൻ്റെ അഭിപ്രായമായിട്ട് മാറാം. അപ്പം നമ്മൾ എവിടെ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നല്ല അന്വേഷണങ്ങൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് നമുക്ക് ഗൂഗിൾ സ്കോളർ പോലെയുള്ള, ശോധഗംഗ പോലെയുള്ള റിസർച്ച് സൈറ്റുകൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലൈബ്രറികൾ, നല്ല പുസ്തകങ്ങൾ റെഫറൻസായി വെക്കാൻ പറ്റുന്ന ISBN, അതുപോലെ തന്നെയുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള ഏറ്റവും നല്ല റിവ്യൂ ഉള്ള പുസ്തകങ്ങളും ജേണലുകളും അതുപോലെ തന്നെയുള്ള സൈറ്റുകളൊക്കെ എടുത്തുകൊണ്ട് നമുക്കതിനെ ഒരുപാട് പേപ്പറുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ എന്ത് തന്നെ ആയാലും ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ടാകും, ഇഷ്ടംപോലെ പഠനങ്ങൾ. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ സ്കോളർ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷയത്തെ ജസ്റ്റ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ കീവേഡുകൾ കൊടുക്കുക എന്നാണ് നമ്മളതിന് പറയാം. കീവേഡ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗിക്കേണ്ട ആവർത്തിച്ച് വരുന്ന വാക്കുകളൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും കൃത്യമായിട്ടുള്ള വാക്കുകൾ അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിട്ടുള്ള റിസർച്ചുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പം റിസർച്ചുകളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് അതെങ്ങനെ എടുത്തുകൊണ്ട് വായിക്കുക. അപ്പോൾ നിങ്ങളൊരു ടീം 5 പേരുള്ള ടീമാണെങ്കിൽ 5 പേരിലേക്കും ഇങ്ങനെ കുറേ പേപ്പറുകൾ നമ്മളിങ്ങനെ വിതരണം ചെയ്യാം. പേപ്പർ എന്ന് പറയുന്നത് ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള നല്ല സൈറ്റുകളിൽ നിന്ന് തന്നെ പേപ്പറുകൾ എടുക്കണം. അപ്പം പല കമ്പനികൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ പഠനങ്ങൾ നടക്കുന്ന കാലമാണ്. അറിവിന് വലിയ രൂപത്തിൽ ഒരു വിപണി മൂല്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടെയാണ്. അതുകൊണ്ട് പല ടൈപ്പിലുള്ള പേപ്പറുകൾ ഉണ്ടാകാം. അപ്പോൾ ആ പേപ്പർ വായിക്കുമ്പോൾ ഒതൻറ്റിക്കാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പേപ്പറുകൾ വായിക്കുമ്പോൾ പോലും കുറച്ചും കൂടെ ജാഗ്രത ഉണ്ടാകണം. അപ്പോൾ അതിൽ പ്രാദേശികമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാകണം. നിങ്ങൾക്ക് തന്ന വിഷയത്തിലുള്ള പ്രാദേശിക പഠനങ്ങൾ,
പഠനങ്ങൾ. അത് പലപ്പോഴും നമുക്ക് ഈ ഡോക്യുമെൻറ്റുകളായിട്ടും പുസ്തകങ്ങളായിട്ടൊക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗവൺമെൻറ് സ്ഥാപനത്തിലെ റെക്കോർഡുകളിലുണ്ടാകാം, അല്ലെങ്കിൽ സാധാരണ ലൈബ്രറികളുണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിൽ എവിടെയാണോ ഡാറ്റയുള്ളത്, ഈ ലിറ്ററേച്ചറിന് പറ്റുന്ന പുസ്തകങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുള്ളത്, അവിടെ പോയിക്കൊണ്ട് നമ്മളതിനെ വായിക്കുകയും അതിനെ ശേഖരിക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മളിലുള്ള ആളുകൾക്ക് മുഴുവൻ അതിനെ വിതരണം ചെയ്തുകൊണ്ട് അവരോടൊക്കെ വായിച്ചുകൊണ്ട് അതിൻ്റെ റിവ്യൂ നോക്കാൻ പറയുക എന്നുള്ളതാണ്. ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് ചില റിസർച്ച് ഗ്യാപ്പുകൾ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു കാലയളവ് നിശ്ചയിക്കാം. ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടക്ക് ഇവിടെ നടന്നിട്ടുള്ള ഈ വിഷയത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ. അപ്പോൾ ഒരുപാട് പഠനങ്ങൾ നമുക്ക് കിട്ടും. ഇഷ്ടംപോലെ പഠനങ്ങളുണ്ടാകും. വ്യത്യസ്തമായ തീമുകളിൽ, വ്യത്യസ്തമായ സ്ട്രീമുകളിൽ നടന്നിട്ടുള്ള വലിയ പഠനങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പഠനങ്ങളുണ്ടാകാം. ഈ രാജ്യത്ത് ദേശീയ തലത്തിൽ നടന്ന പഠനങ്ങളുണ്ടാകാം. സംസ്ഥാന തലത്തിൽ ഒന്നിച്ച് നടന്ന പഠനങ്ങളുണ്ടാകാം. പ്രാദേശികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന അതേ സ്പേസിൽ പോലും അത്തരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ചില റിസർച്ച് ഗ്യാപ്പുകൾ ഉണ്ടാകും. ഇവരാരും എത്തിയിട്ടില്ലാത്തൊരു ഏരിയ, ചിലപ്പോൾ ഒരു പ്രദേശമായിരിക്കാം, അല്ലെങ്കിൽ അവരാരും ലക്ഷ്യം വെക്കാത്തൊരു ഒബ്ജക്റ്റീവ് നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ടാകും. ഇതാണ് നമ്മൾ പിന്നെ ഈ ഒരു പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന വിഷയത്തെ ഇത്തരത്തിലുള്ള പേപ്പറുകളും മറ്റും വായിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവുകളെ നമ്മൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വായനകൾ നടത്തുന്നത്. വായന നടത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ഒരു ലേഖനമാണെങ്കിലും, നമ്മൾ എടുക്കുന്ന ഒരു ആർട്ടിക്കിളാണെങ്കിലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പുസ്തകമാണെങ്കിലും അത് ഒത്തൻറ്റിക്കാണ് എന്ന് ഉറപ്പ് വരുത്താതെ നമ്മളത് ചെയ്യാൻ പാടില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പുസ്തകത്തിൽ നിന്നൊരു ഡാറ്റ എടുക്കുന്നു, എന്നിട്ട് ആ ഡാറ്റ എടുത്തുകൊണ്ട് അയാളുടെ റെഫറൻസ് വെച്ചുകൊണ്ട് ആണ് നമ്മൾ എഴുതുന്നത് എന്ന് വിചാരിക്കുക. എന്നാൽ പോലും നമ്മളിൽ നിന്ന് വേറൊരാൾ, എന്തിനാണ് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഈ പ്രൊജക്റ്റിനെ വേറൊരാൾ റെഫറൻസ് ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വിവരത്തെയാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരാൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ആ വിവരം ഒത്തൻറ്റിക് അല്ലെങ്കിൽ നമ്മൾ വലിയൊരു സമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സമൂഹത്തെക്കുറിച്ചുള്ള, ചിലപ്പം ഒരു സമൂഹത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുണ്ടാകാം, രാജ്യത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുണ്ടാകാം, ഈ സംവിധാനങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുണ്ടാകാം, ചില ആശയത്തിന്മേൽ തന്നെ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡാറ്റകളാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട്, ആശയങ്ങളാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം. ഇതാണ് പ്രൊജക്റ്റിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വേഗത്തിൽ വായനകൾ ഉണ്ടാവുകയും കുറച്ചും കൂടെ അതിലുള്ള റിസർച്ച് ഗ്യാപ്പുകൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ ബയാസുകൾ കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ റിഫ്ലെക്സീവ് ആവുകയും മറ്റൊക്കെ ചെയ്തുകൊണ്ട് അത്തരം പേഴ്സണൽ ബയാസുകൾ മാറ്റുക, ഇതിനെ ഒബ്ജക്റ്റീവ് ആക്കുക എന്ന് പറയുന്നത് എന്തിനാണ്, കുറച്ചും കൂടെ സയൻറ്റിഫിക് ആവണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഇനി ഈ വിഷയത്തെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുകയാണ്. ഇങ്ങനൊരു വിഷയത്തെ കിട്ടുന്നു, നമ്മൾ അതുമായി ബന്ധപ്പെട്ട നല്ല റിവ്യൂ ഓഫ് ലിറ്ററേച്ചറുകൾ ഉണ്ടാകുന്നു. ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നോക്കുന്ന സമയത്ത് നമ്മളൊരു കോപ്പി പേസ്റ്റുകൾ എന്നൊരു പ്രശ്നം പലപ്പോഴും സംഭവിക്കാറുണ്ട്. സാധാരണ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലൊക്കെ നടക്കുന്ന പ്രൊജക്റ്റുകളുടെ അവസ്ഥകൾ നമുക്കറിയാം. ഇങ്ങനെ വേറെ ഏതോ ഒരു പ്രൊജക്റ്റിനെ എടുക്കുന്നു, അതിൻ്റെ സ്ഥലം മാറ്റുന്നു, അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ഡാറ്റകളിൽ ചെറിയ മാറ്റം വരുത്തുന്നു, എന്നിട്ട് അതിൻ്റെ റിസൾട്ടിൽ നമ്മുടെ റിസൾട്ടായിട്ട് നമ്മൾ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഒരു പ്ലാജറിസം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റം കൂടെയാണ്. സാഹിത്യ ചോരണം എന്നൊക്കെ പറയുന്ന മറ്റൊരാളുടെ എഴുത്തുകൾ, നമ്മളുടെ തന്നെ എഴുത്തുകൾ എടുക്കുന്നത് പോലും സെൽഫ് പ്ലാജറിസം എന്നുള്ള കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ എഴുതിയതാണ്, അല്ലെങ്കിൽ നമുക്കത് തെളിയിക്കാൻ പറ്റണം, ഞാൻ എഴുതിയതാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റണം. അപ്പം നമ്മൾ തന്നെ നേരത്തെ എഴുതിയിട്ടുള്ളൊരു ആർട്ടിക്കിൾ പോലും അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് എടുക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ പറയുന്ന അത് നമുക്കറിയാം. അപ്പം ഒരു കാര്യത്തെ നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായ റെഫറൻസുകൾ നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾ ആദ്യം എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ആശയം അതിനകത്ത് കടന്നു വരണമെന്നില്ല. പക്ഷേ ഇൻട്രൊഡക്ഷൻ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, വളരെ കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാകണം. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും പ്രാദേശിക തലത്തിലേക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള പഠനങ്ങളും മറ്റും വെച്ചുകൊണ്ട്, അപ്പോൾ നമ്മൾ എഴുതുന്ന ഓരോ സെൻറ്റൻസിനും ഓരോ ആശയത്തിനും വളരെ കൃത്യമായ റെഫറൻസ് ഉണ്ടാകണം.
അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യത്തെ വേറൊരു പുസ്തകത്തിൽ നിന്ന് ജേണലിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ എടുത്തിട്ടായിരിക്കും നമ്മുടെ ഒരു ആമുഖം എഴുതുന്നുണ്ടാവുക. ആമുഖം മുഴുവൻ എഴുതിയിട്ട് റെഫറൻസ് കൊടുക്കാതിരുന്നാൽ ആ ആമുഖം മുഴുവൻ നമ്മൾ എഴുതിയതാണ്, നമ്മുടെ ആശയമാണ്, നമ്മൾ കണ്ടെത്തിയതാണ് എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരിക്കലും ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് കൃത്യമായ റെഫറൻസുകൾ കൊടുക്കണം. എഴുതുന്ന ഓരോ കാര്യത്തിനും, ആമുഖത്തിൽ നിങ്ങൾ എഴുതുന്ന ഓരോ കാര്യത്തിനും റെഫറൻസുകൾ കൊടുക്കണം. അതിനകത്ത് സൈറ്റ് ചെയ്യേണ്ട രീതികളും മറ്റുമൊക്കെ ഏതെങ്കിലും ഒരു പേപ്പർ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ സ്കോളറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. അപ്പം അതിൻ്റെ റെഫറൻസ് സ്റ്റൈലുകൾ നമുക്ക് നോക്കാം. പൊതുവേ നമ്മൾ APA സ്റ്റൈൽ എന്നുള്ളതാണ് സോഷ്യൽ സയൻസ് റിസർച്ചിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആ സ്റ്റൈൽ തന്നെയാണ് നമുക്ക് സാധാരണ പ്രൊജക്റ്റുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സോഷ്യൽ സയൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് APA സ്റ്റൈലാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും AI പോലെയുള്ള ടൂളുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമ്മുടെ റെഫറൻസുകളെയൊക്കെ ആ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനും മറ്റൊക്കെ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഈ AI ഉപയോഗിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ഈ പ്രൊജക്റ്റ് കാലത്ത്, ഈ AIയുടെ കാലത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. AI എന്ന് പറയുന്നത് ഈ ChatGPT പോലെയുള്ള അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു റെഫറൻസ് അല്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇത് റെഫറൻസുകളിലേക്കുള്ള സൂചകങ്ങൾ മാത്രമാണ്. നമ്മൾ ജസ്റ്റ് ഈ വിഷയത്തിലുള്ള പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ട കണ്ടൻറ്റുകൾ തരിക എന്ന് പറഞ്ഞിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും കുറേ സാധനങ്ങൾ. അതെല്ലാം എടുത്തുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നത് അതൊരിക്കലും ആധികാരികമായിട്ടുള്ള റെഫറൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേ സമയത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് സൂചകങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകൾ കണ്ടെത്താം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം. ഇത്തരം ടൂളുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. റിസർച്ചിനകത്തുന്നതൊന്നും ഇനിയുള്ള കാലത്ത് മാറ്റിവെക്കാൻ പറ്റില്ല. ദീർഘമായിട്ടുള്ള കാലങ്ങൾ എടുത്തുകൊണ്ട് നടത്തുന്ന റിസർച്ചിനേക്കാൾ വളരെ വേഗത്തിൽ തീർക്കാവുന്ന റിസർച്ചുകളും പ്രൊജക്റ്റുകളൊക്കെ ഉള്ള കാലമാണ്. കാരണം അത്രയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുക തന്നെ വേണം നമ്മൾ. അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിനുള്ള സൂചകങ്ങളിലേക്ക് നമ്മൾ എത്തുകയും ഇതിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെഫറൻസുകൾ നമ്മൾ നേരിട്ടുകൊണ്ട് വായിക്കുകയും അതിൽ നിന്നുകൊണ്ട് വായിച്ച് നമ്മളിത് എടുത്തെഴുതുകയും ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് പിന്നെ നമ്മൾ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിങ്ങനെ എഴുതി വന്ന് ഇൻട്രൊഡക്ഷൻ്റെ ഭാഗങ്ങളൊക്കെ എഴുതിയിട്ട് ഇൻട്രൊഡക്ഷനിനകത്ത് ഏകദേശം നമുക്ക് അതൊരു അധ്യായമായിട്ട് നമുക്ക് കൊണ്ടുവരാം. പ്രൊജക്റ്റിലെ ഒന്നാമത്തെ അധ്യായമായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ കൊണ്ടുവരാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു നല്ലൊരു ഹെഡിങ് കൊടുത്തിട്ട് തന്നെ ഒരു അധ്യായമാക്കി മാറ്റാം. ആമുഖം എന്നല്ലാതെ തന്നെ ആമുഖം എന്ന് മെയിനായിട്ടൊരു ഹെഡിങ് കൊടുക്കുകയും എന്നിട്ട് അതിനകത്ത് എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒരു നല്ലൊരു ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തുകൊണ്ട് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും. ദെൻ ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിനകത്ത് നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഈ പഠനത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. എന്തിനാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത്? അത് നമുക്ക് റെഫറൻസുകളില്ലാതെ തന്നെ നമ്മുടേതായിട്ടുള്ള ആശയങ്ങളിൽ നമുക്ക് പറയാം. എന്തിനാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത്? അതുപോലെ തന്നെ ഈ പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് 5 ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ ആ 5 ഒബ്ജക്റ്റീവ്സിനെയും എഴുതേണ്ടത് ഇവിടെയാണ്, ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്താണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ നമ്മൾ ഇതുകൊണ്ട് ഉള്ള ഒരു പ്രതീക്ഷിത ഫലം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൈപ്പോത്തീസിസ്, ഈ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം അതിനെ നമുക്ക് വളരെ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കാം. അതുപോലെ തന്നെ ആമുഖത്തിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ചില പരിമിതികളുണ്ടാകും. അപ്പം പരിമിതി എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ സമയത്തിൻ്റെ പരിമിതിയൊക്കെ എഴുതി വെക്കും. കാരണം സമയത്തിൻ്റെ പരിമിതി എന്ന് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളൊരു 10 ദിവസത്തേക്കുള്ള പ്രൊജക്റ്റ് കിട്ടിയിട്ട് നമ്മളൊരു 2 വർഷത്തേക്കുള്ള പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ടാകും. ഇതിനല്ല സമയത്തിൻ്റെ പരിമിതി എന്ന് പറയാം. നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു സമയത്തിൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നു അവിടെ പോയിട്ട് 2 ദിവസത്തിനുള്ളിൽ ഡാറ്റ കളക്ട് ചെയ്ത് തിരിച്ചു വരാം. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഇടപെടൽ മൂലം നമുക്കൊരു 2 മാസം കഴിഞ്ഞിട്ട് ഈ ഡാറ്റ കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല, അത് കിട്ടുന്നതുവരെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമയപരിമിതികളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സമയപരിമിതി എന്ന് എഴുതാം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളവിടെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതി കഴിഞ്ഞ് ഇങ്ങനെ അവസാനിക്കുന്ന സമയത്ത് എന്താണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും അതിൻ്റെ എന്താണ് ഈ ഒരു പഠനത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതും അതുപോലെ ഇതിൻ്റെ ലിമിറ്റേഷൻസ്, ഇതിൻ്റെ പരിമിതികൾ എന്താണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദെൻ നമുക്കിനി രണ്ടാമത്തെ ഒരു അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ സാധാരണയായിട്ട് നമ്മളവിടെ കൊടുക്കാറുള്ളത് ഒന്ന് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. പൂർവ്വകാല പഠനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിട്ടുള്ള പഠനങ്ങൾ. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്കതിനെ അന്താരാഷ്ട്ര തലത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ, ദേശീയ തലത്തിൽ നടന്ന പഠനങ്ങൾ, പ്രാദേശിക തലത്തിൽ നടന്ന പഠനങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെ വേർതിരിക്കാം.
അപ്പം കേരളത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് അതിനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഓരോന്നിനെയും മറ്റെന്തെങ്കിലും ഒരു കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറുകളെ അതിനകത്തേക്ക് വെക്കാം. അപ്പം നമ്മൾ വായിച്ചിട്ടുള്ള എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒബ്ജക്റ്റീവിനെ മീറ്റ് ചെയ്യുന്ന എല്ലാ ലേഖന ആർട്ടിക്കിളുകളും അതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലിറ്ററേച്ചറിനകത്തേക്ക് കൊണ്ടുവരാം. അപ്പം പ്രധാനമായിട്ടും നമ്മൾ വായിച്ചിട്ടുള്ള എല്ലാം ഇതിനകത്തേക്ക് കടന്നു വരണം. പ്രത്യേകിച്ചും റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ ഈ ഒബ്ജക്റ്റീവിനെ മീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ എന്തൊക്കെ പുറത്തുനിന്ന് വായിച്ചു. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വായിച്ച് നമ്മൾ ഒരാളുടെ ലിറ്ററേച്ചർ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അയാളുടെ എത്രത്തോളം അതിന് ആഴമുള്ള ഒരു പ്രൊജക്റ്റാണ് എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ വായിക്കാത്ത അല്ലെങ്കിൽ അതുമായി വെറുതെ ജസ്റ്റ് ഒരു സെർച്ച് ചെയ്ത സമയത്ത് കുറേ ആർട്ടിക്കിൾ കിട്ടി, ആ ആർട്ടിക്കിളിനെ മുഴുവൻ വെറുതെ ഇങ്ങനെ അവിടെ വെച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനകത്ത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മൾ റെഫറൻസ് വെക്കുന്ന സമയത്ത് അവസാനം പറയേണ്ടതാണ്, ജസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ പറയാം. റെഫറൻസ് വെക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊജക്റ്റിനകത്തില്ലാത്ത ഒരു റെഫറൻസ് പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്താണോ നമ്മുടെ പ്രൊജക്റ്റിനകത്തുള്ളത് അത് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് റെഫറൻസ് ആയിട്ട് വെക്കേണ്ടത്. അപ്പം ആ ഒരു കാര്യം എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ആമുഖം കൊടുക്കാം. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നത്, എന്തൊക്കെ പഠനങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ആമുഖം വെക്കുകയും അതിനുശേഷം ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള കുറച്ച് പഠനങ്ങൾ, ഏറ്റവും ആപ്റ്റായിട്ട് ഈ പ്രൊജക്റ്റിനോട് ചേർന്ന് വരുന്ന കുറേ പഠനങ്ങൾ, പ്രത്യേകിച്ചും വേറെ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള, വേറെ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള, ഇതിനോട് കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ടാവാം, അല്ലെങ്കിൽ പ്രൊജക്റ്റുകളുണ്ടാവാം, റിസർച്ചുകളുണ്ടാകാം, തീസിസുകളുണ്ടാകാം. ഇതിൽ നിന്നൊക്കെയുള്ള നല്ല ലിറ്ററേച്ചറുകളെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പം നമുക്ക് അത്രയും ബാക്കപ്പ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഒരുപാട് ലിറ്ററേച്ചർ റിവ്യൂ നമുക്ക് അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് അത്രയും ഘനമുള്ള പ്രൊജക്റ്റാണ് എന്ന് നമുക്ക് അതിനകത്തൂടെ പറയാൻ പറ്റും. പിന്നീട് നമുക്ക് പോകേണ്ടത് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തേക്കാണ്. മെത്തഡോളജിയെ നമുക്ക് വേണമെങ്കിൽ ഒരു ചാപ്റ്ററായിട്ട് തന്നെ കൊടുക്കാം. ചില ആളുകൾ ആമുഖത്തിനകത്ത്, ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് തന്നെ ജസ്റ്റ് മെത്തഡോളജി പറഞ്ഞു പോകുന്ന ആളുകളുണ്ടാവാം. നമുക്കൊരു വേറെ തന്നെ ഒരു ചാപ്റ്ററായിട്ട് കൊടുക്കാം, അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെത്തഡോളജിയിലുള്ളത്. അപ്പോൾ മെത്തഡോളജി എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും കാമ്പായിട്ടുള്ള ഭാഗം, ഒരു കോർ പാർട്ട് എന്ന് പറയുന്നത് മെത്തഡോളജിയാണ്. നമ്മുടെ മെത്തഡോളജി ശരിയാണോ എന്ന് നോക്കിയിട്ടാണ് പ്രൊജക്റ്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. മെത്തഡോളജി ശരിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രൊജക്റ്റ് ഒതൻറ്റിക് ആയിരിക്കും. അപ്പോൾ മെത്തഡോളജിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് മെത്തേഡിലാണ് ഈ പഠനം നടത്തുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ രീതിയും രീതിശാസ്ത്രമൊക്കെ പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ പഠനം നടത്തുന്നത്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 5 ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ഈ 5 ഒബ്ജക്റ്റീവുകളെയും നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് മെത്തഡോളജി. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഇതാണ്. അപ്പോൾ അതിനെ നമ്മൾ സെക്കൻഡറി സോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളും മറ്റുമൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തിട്ടാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെന്ത് പറയാം, സെക്കൻഡറി സോഴ്സ് എന്ന് പറയാം. അപ്പം സെക്കൻഡറി സോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് അങ്ങനെ എഴുതാം. ഇനി ചില ടെക്നിക്കൽ ചാപ്റ്ററുകളുണ്ടാകും, സർവേ നടത്തിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തിയിട്ട്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നടത്തിയിട്ട് എങ്ങനെയാണോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റീവിനെ മീറ്റ് ചെയ്യണം, അങ്ങനെ തന്നെ എഴുതണം. ഇപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഇന്ന വിഷയം, ഇന്ന ഒബ്ജക്റ്റീവ്, ഇന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന രീതി നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പം ഇത്ര ആളുകളിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ പോപ്പുലേഷൻ എത്രയെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയണം. നമ്മളുടെ സ്റ്റഡി പോപ്പുലേഷൻ എത്രയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ടോപ്പിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുക, കേരളത്തിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു പഠനം തയ്യാറാക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു വിഷയം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വിഷയമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് 2 മാസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആക്കിയിട്ട് അതിനെ കൊണ്ടുവരാം. ചിലപ്പോൾ നമ്മളൊരു പഞ്ചായത്തിനെ സെലക്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 2 പഞ്ചായത്തുകളെ സെലക്ട് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ചും നമ്മുടെ പ്രാദേശികമായിട്ട് തന്നെ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെയുള്ള വ്യത്യസ്ത വാർഡുകളെ സെലക്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സ്കൂളുകളായിരിക്കും സെലക്ട് ചെയ്യേണ്ടി വരിക. ഇത് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, സ്പെസിഫിക് ആക്കണം എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റഡി പോപ്പുലേഷൻ എന്താണ്, ആരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, എവിടുത്തെ ആളുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ നമുക്ക് കാണാൻ പറ്റണം. എത്രയാണ് ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ, ഈ ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇത്ര ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സാമ്പിൾ എടുക്കാൻ പറ്റണം. സാമ്പിൾ എടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി കൂടെയാണ്.
സാധാരണ നമ്മളിങ്ങനെ അതിൽ നിന്ന് 10 പേരെ നമ്മളൊരു ഗൂഗിൾ ഫോം അയച്ചു. ഗൂഗിൾ ഫോം അയച്ചപ്പോൾ 110 ആളുകൾ കണ്ടു. 110 ആൾ കണ്ടതിൽ നിന്ന് നമ്മളെല്ലാവരെയും എടുത്തു. ഇങ്ങനെ പറയുന്നവരുണ്ടാകും. ചിലപ്പം അതിൽ നിന്ന് 30 പേരെ എടുത്തു. അതിന് പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ടോട്ടൽ പോപ്പുലേഷൻ്റെ ഇത്ര ശതമാനം, 1000 പേരാണെങ്കിൽ അതിൽ നിന്ന് 300 പേരെ നമ്മൾ എടുക്കുന്നു. ഇങ്ങനെയെങ്കിലുമുള്ള ഒരു ചുരുങ്ങിയ കണക്കെങ്കിലും ഒരു 30 പേരെ എടുക്കുന്നു, 100ൽ നിന്നൊരു 30 പേരെ എടുക്കുന്നു. അല്ലെങ്കിൽ എത്ര ശതമാനമാണോ നമ്മൾ എടുക്കുന്നത് അതിനെ റെപ്രസെൻ്റ് ചെയ്യണം. അതിനാണ് സാമ്പിൾ എന്ന് പറയാം. ടോട്ടൽ ഇപ്പോൾ ഇവരിൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ടിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റണം. അതാണല്ലോ ഒരു പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ടോട്ടൽ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന സാമ്പിളുകൾ ഉണ്ടാവുക. ദെൻ എന്തൊക്കെ സാമ്പിളിംഗ് രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണോ? സെൻസസ് സാമ്പിളിംഗ് എന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ സെൻസസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷന് മുഴുവൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം 12 സ്കൂളുകളുണ്ട് എങ്കിൽ 12 സ്കൂളിനെയും എന്ത് ചെയ്യാം, നമ്മൾ പഠന വിധേയമാക്കുക. അതിനാണ് സെൻസസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പഠനത്തിന് എന്ത് സാമ്പിളിംഗ് രീതിയാണോ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വായിക്കുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനകത്ത് നിന്ന് അവരെങ്ങനെയാണ് അവരുടെ സ്റ്റഡി ഏരിയയിൽ ഈ പഠനം നടത്തിയത്, എന്ത് മെത്തഡോളജിയാണ് അവർ ഉപയോഗിച്ചത്, ആ മെത്തഡോളജിയിൽ എത്ര സാമ്പിളുകളാണ് എടുത്തിട്ടുള്ളത്, അതിനെങ്ങനെയാണ് അവർ സോണാക്കി മാറ്റിയത്, എങ്ങനെയാണ് ക്ലസ്റ്ററാക്കി മാറ്റിയത്, എങ്ങനെയാണ് അതിനെ കമ്പയർ ചെയ്തത്, ഇതെല്ലാം നേരത്തെയുള്ള മെത്തഡോളജികൾ നമ്മൾ വായിച്ചാൽ മതി. അപ്പോൾ ഒരു 2-3 മെത്തഡോളജികൾ വായിച്ചാൽ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഒരു പ്രൊജക്റ്റിനെ എങ്ങനെ അതിൻ്റെ ഒരു മെത്തഡോളജിയിലേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ മെത്തഡോളജി പാർട്ട് എഴുതുകയും, മെത്തഡോളജി പാർട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, 5 ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ 5 ഒബ്ജക്റ്റീവിനെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് എഴുതണം. എന്നിട്ട് നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക്, 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ 1ാമത്തെ ഒബ്ജക്റ്റീവ് ആയിരിക്കും. ചില ആളുകളുടെ 1ാമത്തെയും 2ാമത്തെയും ഒബ്ജക്റ്റീവ് ഒരുമിച്ചുകൊണ്ട് ചാപ്റ്ററാക്കാൻ പറ്റുന്നതുണ്ടാവാം. അതൊക്കെ ഓരോരുത്തരുടെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മളതൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പം 4ാമത്തെ ചാപ്റ്ററിനകത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഒബ്ജക്റ്റീവുകളുണ്ടെങ്കിൽ ഈ 3 ഒബ്ജക്റ്റീവ് 3 ചാപ്റ്ററുകളായിരിക്കും. ഇപ്പം ഈ ബുക്ക് ചാപ്റ്റർ എന്നുള്ള രൂപത്തിലാണ് പുതിയ റിസർച്ചുകളൊക്കെ വരുന്നത്. ഒന്നിച്ചിങ്ങനെ എഴുതി പോകുന്നതിന് പകരം ഓരോന്നും ഓരോ പാക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്ന രൂപമാണ്. അപ്പം നമുക്കതെന്ത് ചെയ്യാം, ഓരോ ഒബ്ജക്റ്റീവിനെ ഓരോ ചാപ്റ്ററാക്കി മാറ്റാം. അപ്പോൾ ആ ഒബ്ജക്റ്റീവിനെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, ഈ ഒബ്ജക്റ്റീവിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനാണ് വെച്ചിട്ടുള്ളത്. അപ്പം അതിൽ കുറേ പോപ്പുലേഷൻ ഉണ്ട്, ഒരു 30 പേരുണ്ട്. അതിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന 10 പേരെ നമ്മൾ എടുക്കുകയും ഒരുമിച്ച് കൊണ്ട് എല്ലാവർക്കും ഏകദേശം ഒരേ അഭിപ്രായമായിരിക്കും പറയാനുണ്ടാവുക, അല്ലെങ്കിൽ ഒരേ കാര്യങ്ങളുടെ വ്യത്യസ്ത തലങ്ങളായിരിക്കും പറയാനുണ്ടാവുക. അപ്പോൾ അവരോട് സംസാരിച്ച് അതിന് നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് വിശകലനം ചെയ്യും. എന്നിട്ട് ആ വിശകലനത്തെ നമ്മൾ കിട്ടിയ റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ എന്നൊരു ഭാഗം അതിനകത്തുണ്ടാകും. അതിന് ആ ചാപ്റ്ററിന് ഒരു ആമുഖം ഉണ്ടാവും, എന്ത് മെത്തഡോളജിയിലാണ് നമ്മളത് പഠിച്ചതെന്ന് ജസ്റ്റ് അവിടെ പറഞ്ഞു തരും. എന്നിട്ട് അതിൻ്റെ കണ്ടെത്തലും വിശകലനങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് അവരുമായി ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ട് നമ്മൾ എന്താണ് കണ്ടെത്തിയത്, അതിന് വേണമെങ്കിൽ നമ്മൾ സബ് ഹെഡിങ് ആയിട്ട് കൊണ്ടുവരാം, പട്ടികയായിട്ട് കൊണ്ടുവരാം, ഇനി ഗ്രാഫായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സർവേ മെത്തേഡുകളാണെങ്കിൽ ഗ്രാഫായിട്ട് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അവിടെ റിസൾട്ട് ഉണ്ടാവും. ഇതിൽ നിന്ന് 75 ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചു, 2 പേര് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഇങ്ങനെ നമുക്ക് ശതമാനമാണ് നമ്മൾ പറയാം, ആളുകളുടെ എണ്ണമല്ല, ഇത്ര ശതമാനം പേര് ഇങ്ങനെ പ്രതികരിച്ചു, ഇത്ര ശതമാനം ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അത് റിസൾട്ടാണ്. ആ റിസൾട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണെന്ത്, അതിൻ്റെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഡിസ്കഷനാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. പല ആളുകളും റിസൾട്ടിനകത്ത് ഒതുങ്ങി അവിടെ നിൽക്കും. റിസൾട്ടിൽ നിൽക്കുക എന്ന് പറയുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ്. ഇത്ര ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചു, ഇത്ര ശതമാനം ആളുകൾ ഇങ്ങനെയാണ് പ്രതികരിച്ചത്, അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി, അതാണ് ശരിക്കും ഡിസ്കഷൻ എന്ന് പറയുന്നത്. ആ ഡിസ്കഷനെ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇങ്ങനെ വികസിപ്പിക്കാൻ പറ്റണം. ആ ഡിസ്കഷനിൽ നിന്നാണ് നമ്മുടെയൊക്കെ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു കോറായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടാം. ഏറ്റവും പുതിയ അറിവുകൾ നമുക്ക് കിട്ടുന്നത്, ഏറ്റവും പുതിയ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ആ റിസൾട്ടിനകത്ത് നിന്നായിരിക്കും. അപ്പം അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റീവിനെയും നമ്മൾ ഓരോ ചാപ്റ്ററാക്കി മാറ്റുന്നു. ചിലത് ടെക്നിക്കൽ ചാപ്റ്ററുകൾ ഉണ്ടാകാം, അല്ലാത്ത ചാപ്റ്ററുകൾ ഉണ്ടാകാം. ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റീവിനെ നമ്മൾ ചാപ്റ്ററാക്കുന്നു. ഓരോന്നിനകത്തും നമ്മൾ റിസൾട്ട് ആൻഡ് ഡിസ്കഷനുകൾ എഴുതുന്നു. ഇനി അവിടെ തന്നെ കൺക്ലൂഷൻ എഴുതുന്നതുണ്ടാവാം. ചില റിസർച്ചുകളിൽ പ്രൊജക്റ്റുകൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ചില അവിടെ തന്നെ റെഫറൻസ് കൊടുക്കുന്ന പ്രൊജക്റ്റുകളുണ്ട്. ഇനി അതിന് വേണമെങ്കിൽ അവസാനത്തിലേക്ക് നമുക്ക് ഈ 5 ഒബ്ജക്റ്റീവിനെ മീറ്റ് ചെയ്യുന്ന ചാപ്റ്ററുകൾ കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഫൈനലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരാം. അതിനൊരു ഉപസംഹാരം എന്ന് പറയുന്നൊരു പാർട്ടിലേക്ക് നമുക്ക് വരാൻ പറ്റും. ദെൻ അതിനകത്ത് ടോട്ടൽ ഈ 5 ഒബ്ജക്റ്റീവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന റിസൾട്ടുകൾ ഉണ്ടാകും. ആ റിസൾട്ടുകൾ നമ്മൾ ക്രോഡീകരിക്കും. ഇങ്ങനെ ആ റിസൾട്ടുകൾ നമ്മൾ ക്രോഡീകരിച്ച്
അതിനെ അതൊക്കെ നമ്മുടേത് മാത്രമാണ്. ഡിസ്കഷൻ മുതൽ പിന്നെ നമ്മുടേത് മാത്രമാണ്. അപ്പം നമ്മുടേത് പറയുമ്പോൾ പോലും നമുക്കെന്ത് പറയാം, ഇന്ന ഒരു റിസർച്ചിനകത്ത് ഇതേപോലെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതും നമ്മുടെ റിസർച്ചിനകത്തെ നമ്മൾ കണ്ടെത്തിയതും നമ്മൾ യോജിച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ച് കുറച്ചും കൂടി ഒത്തൻറ്റിക്കായി എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു ബാക്കപ്പ് കൊടുക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ തിയറികളൊക്കെ ഉപയോഗിക്കുക. ഇന്ന തിയറിയിൽ പറയുന്നത് പോലെ തിയറി പാർട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കാൻ നമുക്ക് സമയമില്ല. ദെൻ കൺക്ലൂഷന് ശേഷം നമുക്ക് അതിൻ്റെ അവസാനം അവിടെ ഒരു നിർദ്ദേശങ്ങൾ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വെക്കാനുള്ളത്. അപ്പോൾ നിർദ്ദേശങ്ങൾ പല ആളുകളും ചെയ്യാറുള്ളത് ഭയങ്കര ഭീകരമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വെക്കുന്നത് കാണാൻ പറ്റും. ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്റ്റഡി ഏരിയയിൽ, അപ്പം ഞാൻ സ്റ്റഡി ഏരിയ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്, നമ്മുടെ ആമുഖം ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് ഇതും കൂടെ ചേർക്കണം. നമ്മൾ സ്റ്റഡി ഏരിയ വളരെ കൃത്യമായിട്ട് ചേർക്കണം. അതിൻ്റെ ലൊക്കേഷൻ മാപ്പ് അടക്കം അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോജിറ്റ്യൂഡൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഏതാണ് സ്റ്റഡി ഏരിയ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ മാപ്പ് വെച്ചുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ ഇത് കൊടുത്ത് എവിടെയാണ് വളരെ കൃത്യമായിട്ടുള്ള പോയിൻ്റ് എവിടെയാണെന്നുള്ളത് നമുക്ക് സ്റ്റഡി ഏരിയ, ഇനി അത് പറഞ്ഞാലും മതി. അതിൻ്റെ ഒരു ദീർഘമായിട്ടുള്ള ചരിത്രം മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ട, നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മുടെ നിർദ്ദേശങ്ങൾ വെക്കുന്നിടത്താണ്. നിർദ്ദേശങ്ങൾ ചില പദ്ധതികളും വലിയ സംഭവങ്ങളായിട്ട് നിർദ്ദേശങ്ങൾ വെക്കുക എന്ന് പറയുന്നത് പല പ്രൊജക്റ്റിലും കാണാൻ പറ്റും. നിർദ്ദേശങ്ങൾ എപ്പോഴും നമ്മൾ വെക്കേണ്ടത്, ഇപ്പം ഇന്ന പ്രൊജക്റ്റിനകത്ത് ഇന്ന പ്രദേശത്ത് ഇന്ന ഏരിയയിൽ ഇങ്ങനെ ഒരു സംഭവം സ്ഥാപിക്കേണ്ടതുണ്ട്, അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതാണ് നിർദ്ദേശം. വളരെ സ്പെസിഫിക് ആയിരിക്കണം. ആ സ്റ്റഡി ഏരിയയിലേക്ക് വേണ്ടി വളരെ കൃത്യമായി നമ്മൾ ചെയ്യുന്നതിനെയാണ് നിർദ്ദേശങ്ങളെന്ന് പറയാം. അതല്ലാതെ നമ്മൾ ഒരു പ്രൊജക്റ്റ് മുഴുവൻ ചെയ്യുകയും എന്നിട്ട് നേരത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചില ആശയങ്ങളുണ്ടാകും. ആ ആശയങ്ങൾ മുഴുവൻ നിർദ്ദേശങ്ങളാക്കിയിട്ട് നിർദ്ദേശങ്ങളുടെ ഒരു നീണ്ട നിര വെക്കുന്ന ചില പ്രൊജക്റ്റുകളുണ്ട്. അതല്ല ശരിക്കും നിർദ്ദേശം എന്ന് പറയുന്നത്. എന്താണോ നമുക്ക് ആ സ്റ്റഡി ഏരിയയിൽ നിന്ന് പഠനം നടത്തിയിട്ട് കിട്ടിയത്, അവരോട് ആ സ്റ്റഡി ഏരിയയിലേക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നിർദ്ദേശങ്ങളായിട്ട് വരേണ്ടത്. ദെൻ ശേഷം നമുക്ക് റെഫറൻസുകൾ ഉണ്ടാവാം. റെഫറൻസുകൾ വളരെ കൃത്യമായിട്ട് ആൽഫബറ്റ് ഓർഡറിൽ ഒരു APA സ്റ്റൈലിനകത്ത് തന്നെ നമുക്ക് റെഫറൻസുകൾ ചേർക്കാൻ വേണ്ടി പറ്റണം. അപ്പം റെഫറൻസ് ചേർക്കുന്ന സമയത്ത് അതുവരെ ഇല്ലാത്ത ഏതൊക്കെയോ റെഫറൻസുകൾ ചേർക്കുന്ന ആളുകളുണ്ടാകാം. നമുക്ക് അകത്ത് സൈറ്റ് ചെയ്തിട്ടുള്ള റെഫറൻസുകൾ മാത്രമേ ഇതിൻ്റെ പുറത്തുണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചു, ആ പാരഗ്രാഫ് ഒരാൾക്ക് ആവശ്യമുണ്ട് നമ്മുടെ റിസർച്ചിൽ. അപ്പം അതിനെ ഇൻസൈറ്റിൽ നിന്ന് അയാളെ എടുത്തുകൊണ്ട് പുറത്തുള്ള റെഫറൻസിലേക്ക് വരുമ്പോൾ അത് ആൽഫബറ്റ് ഓർഡറിൽ നോക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റണം. അങ്ങനെ കാണുന്ന സമയത്ത് അതിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ പേപ്പറിലേക്കും മറ്റും പോകാൻ വേണ്ടി പറ്റണം. അതുകൊണ്ടാണ് അങ്ങനെ ആൽഫബറ്റ് ഓർഡറിൽ APA സ്റ്റൈലിൽ തന്നെ നമ്മളത് കൊടുക്കണം എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് AI ടൂളുകളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് മറ്റൊരുപാട് സോഫ്റ്റ്വെയറുകളും മെത്തേഡുകളൊക്കെ ഉണ്ട്. നമുക്കത് പറയാൻ ഇപ്പോൾ സമയമില്ല. അപ്പോൾ റെഫറൻസുകൾ വളരെ കൃത്യമായിരിക്കണം. റെഫറൻസുകൾ ഒരുപാട് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരുപാട് ഉണ്ടാവുക എന്ന് പറയുന്ന ആ റെഫറൻസുകളൊക്കെ ഇൻറ്റേർണലി നമ്മൾ സൈറ്റ് ചെയ്തിരിക്കണം. ലിറ്ററേച്ചർ റിവ്യൂവിനകത്തും ആമുഖത്തിനകത്തും മറ്റ് ചാപ്റ്ററുകൾക്കകത്തൊക്കെ സൈറ്റ് ചെയ്തിട്ടുള്ള റെഫറൻസുകൾ മാത്രമാണ് നമ്മുടെ ബാക്ക് റെഫറൻസിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ശേഷം അനുബന്ധം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ള ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഫോട്ടോസ്, പട്ടികകൾ, നമ്മുടെ ഈ ക്വസ്റ്റ്യനെയറുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ സർവേ മെത്തേഡൊക്കെ ആണെങ്കിൽ അതിനുള്ള ക്വസ്റ്റ്യനെയറുകളൊക്കെ വളരെ കൃത്യമായിട്ട് ആ ഗൂഗിൾ ഫോം പ്രിൻ്റ് എടുത്ത് അവിടെ വെക്കുക എന്നുള്ളതല്ല, വളരെ കൃത്യമായിട്ട് അതിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് അനുബന്ധത്തിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ ഏറ്റവും ഒത്തൻറ്റിക്കാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മിനിമം കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഓരോന്നും നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാനുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിങ്ങനെ നിരന്തരം നോക്കുകയും വായിക്കുകയും അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, വിത്ത് എവിഡൻസിലില്ലാതെ നമ്മളൊരു കാര്യം പറയാൻ പാടില്ല. ഒതൻറ്റിക് അല്ലാതെ നമ്മുടെ ഒരു അനുമാനത്തിൻ്റെ പേര്, ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ, ചൂഷണങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് യെസ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതേ സമയത്ത് അത്തരം വിസിബിലിറ്റി കൂടുതലാണ് പുതിയ കാലത്ത്. ഓരോ വാർത്തകൾക്കും വിസിബിലിറ്റി കൂടുതലാണ്. ഒരേ വാർത്തയാണ് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് ഒരേ സമയം ഒരു ദിവസം മുഴുവൻ ചിലപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇവിടെ ഈ പ്രശ്നം ഭയങ്കരമായിട്ട് ഭീകരമാണ് എന്ന് വിചാരിക്കുന്നുണ്ടാകും. ഒരു പക്ഷേ ആ ഒരു വാർത്തയായിരിക്കും നമ്മൾ ഒരു ദിവസം തന്നെ ഇത്രയധികം കേൾക്കുന്നുണ്ടാവുക. വിസിബിലിറ്റി കൂടുതലായതുകൊണ്ട് നമ്മുടെ അനുമാനങ്ങൾ തെറ്റാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ കോമൺ സെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് റിസർച്ചിനകത്തൊരു കാര്യത്തെ നമ്മൾ തീരുമാനിക്കരുത്. ഇങ്ങനെ ആയിരിക്കും,
ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇപ്പോൾ ഡാറ്റ അത് കളക്ട് ചെയ്തില്ലെങ്കിലും ഏകദേശം ഇതാവാനാണ് സാധ്യത. ഇത് നമ്മളെപ്പോഴും സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് പ്രൊജക്റ്റുകൾ ഉണ്ടാവുക. എത്ര ചെറുതാണെങ്കിലും ആ ചെറുതിനെ ഒതൻറ്റിക്കായിട്ട് പഠിക്കുകയും ആ പഠിച്ചതിനെ ഇനി നമുക്ക് നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ, വളരെ കുറഞ്ഞ ഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളൂ, എന്നാൽ പോലും അത് ഒതൻറ്റിക് ആവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ദെൻ അതിനെ മറ്റൊരാൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റണം. സ്കെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് അയാൾക്ക് അത് വെച്ചുകൊണ്ട് ആ പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മുടെ പ്രൊജക്റ്റുകളൊക്കെ ഒതൻറ്റിക് ആവുകയും സയൻറ്റിഫിക് ആവുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പുതിയ അറിവിനെ, പുതിയൊരു സംവിധാനത്തെ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.